ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ചരിത്രം രചിച്ച് കേരളത്തിൽ നിന്നുള്ള വനിതകളുടെ കൂട്ടായ്മയായ പെണ്ണില്ലം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 വനിതകൾ എഴുതി 62 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തു. കണ്ണൂർ ഇരിട്ടി കേന്ദ്രീകരിച്ചുള്ള പെണ്ണില്ലം എന്ന കൂട്ടായ്മയിൽ നിന്നുള്ള എഴുത്തുകാരാണ് പ്രകാശനത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പുസ്തക പ്രകാശനങ്ങളാൽ സമ്പന്നമാണ് ഷാർജ പുസ്തകോത്സവം. ഇവിടെ ദിവസേന നിരവധി പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശനത്തിന് ഷാർജ പുസ്തകോത്സവ വേദി സാക്ഷ്യം വഹിച്ചു. കഥ, കവിത, നോവൽ, യാത്രാവിവരണം, ജ്യോതിഷം, പാചകം, ആയുർവേദം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ എഴുത്തുകളാണ് പെണ്ണില്ലം പുസ്തകങ്ങളാക്കിയത്. എഴുത്തിനെ സ്നേഹിക്കുന്ന വനിതകളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പെണ്ണില്ലത്തിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ പുസ്തകം കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കി. അന്ന് 40 പേരായിരുന്നു കൂട്ടായ്മയിൽ. പിന്നെ അത് വളർന്നു. അതോടെ 4ാമത്തെ എഴുത്തു സംരംഭത്തിന്റെ പ്രകാശനം ഷാർജ പുസ്തകോത്സവത്തിൽ എന്ന സ്വപ്നത്തിലേക്ക് എത്തുകയായിരുന്നു. തുടക്കം എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇരിട്ടിയിൽ ജീവിത പരിസരങ്ങളിലുള്ള ഇരിട്ടി ഏരിയയിലുള്ള ഒരു സാധാരണ ലെവലിലുള്ള കുറച്ച് എഴുത്തുകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സാരഥിയായ ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറിയായ രാജി അരവിന്ദ് മാം തുടങ്ങി വെച്ച താച്ചി എന്നു പേരുള്ളൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളിലെ എഴുതാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കണമെന്നുള്ളൊരു ഉദ്യമത്തിലാണ് ഇത് തുടങ്ങിയത്. വീട്ടമ്മമാരും സാധാരണ തൊഴിലെടുക്കുന്നവരും തൊട്ട് PhD-ക്കാർ വരെ പെണ്ണില്ലത്തിലെ അംഗങ്ങളാണ്. പലരും ഒന്നിലേറെ പുസ്തകങ്ങൾ എഴുതിയവരുമാണ്. പരസ്പരം കാണാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 62 പേരും ഒരേ മനസ്സോടെ ചിന്തിച്ചതുകൊണ്ടാണ് 62 പുസ്തകങ്ങൾ എന്ന ആശയത്തിലെത്തിയത്. നമ്മുടെ സാഹിത്യരംഗത്ത് അക്ഷരങ്ങളുടെ ശക്തി മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. അവരെ ചേർത്ത് പിടിച്ചു, അവരുടെ സൃഷ്ടികൾ വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അംഗൻവാടി വർക്കേഴ്സുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, എഴുതാൻ വരയ്ക്കാൻ കഴിയുന്നവരുണ്ട്, സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഒരു പുസ്തകം പോലും എഴുതാതിരുന്നിട്ട് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട്. 25 പുസ്തകം എഴുതിയ ആൾക്കാരും അതിനകത്തുണ്ട്. പെണ്ണില്ലം എഴുത്തിടം എന്ന പേരിൽ ഒരു പബ്ലിക്കേഷൻസും പെണ്ണില്ലം എന്ന പേരിൽ ഒരു വാട്സപ്പ് റേഡിയോയും ഇവർക്കുണ്ട്. എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്ന ആർക്കും പെണ്ണില്ലത്തെ സമീപിക്കാമെന്ന ഉറപ്പും ഇവർ നൽകുന്നു. മലയാള സാഹിത്യത്തിന്റെ ഭാവി ശോഭനമാക്കാൻ ഇതുപോലുള്ള എഴുത്തുകാർ ഇനിയും കടന്നു വരട്ടെ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.